സാറേ സാറേ ഓക്കെ സർ 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 സാറേ സൈഡിൽ നിന്ന് മാറണേ സാർ. ക്യാമറ അടിച്ചിടൂ. ഇന്ന് 1 മില്യൺ തൂഫാൻ ഗോൾസ് വേൾഡ് കപ്പ് 2026 എന്ന പരിപാടി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. 17,000 സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാവുകയാണ്. നമുക്കറിയാം വേൾഡ് കപ്പ് വളരെ ആവേശകരമാണ്. 3 രാജ്യങ്ങളിലാണ് ഇത് കളിക്കുന്നത്. അമേരിക്കയിൽ, അതോടൊപ്പം തന്നെ മെക്സിക്കോയിൽ, കാനഡയിൽ. 11-ാം തീയതി രാത്രിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന വേൾഡ് കപ്പ് വളരെ ആകർഷകമായ ഒന്നാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗോളിയായിരുന്നു. ഗോളിയുടെ പരിശ്രമം നിങ്ങൾക്കറിയാം. ഗോളിയാണ് ഗോളുകളെ തടുക്കുന്നത്, അല്ലേ? ഗോളുകളെ തടുത്തു നിർത്തുന്ന ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഫുട്ബോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. മറഡോണയിൽ തുടങ്ങി മെസ്സിയിലേക്ക് എത്തി നിൽക്കുന്ന ആ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ആവേശമാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ അർജന്റീനയോട് അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അതിനുവേണ്ടി എപ്പോഴും ഞാനിങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം ബ്രസീലാണ്, മന്ത്രി ബ്രസീലാണ്, ഞാൻ അർജന്റീന. അത് ഈ മറഡോണയിൽ തുടങ്ങിയ ഒരു ആവേശമാണ്. ഇപ്പം മെസ്സി, നിങ്ങളൊക്കെ മെസ്സിയുടെ കൂടെ അല്ലേ? മെസ്സിയുടെ കൂടെയാണ്. ഏതായാലും നമ്മൾ ഈ ലോകകപ്പിൽ ഓരോരുത്തർ മന്ത്രിക്ക് ആഗ്രഹം ബ്രസീൽ എന്നെ കപ്പ് കിട്ടണമെന്നാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അർജന്റീനയ്ക്ക് കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും ആണല്ലേ, മോളുണ്ട് അല്ലേ? അപ്പോൾ ഏതായാലും ആവേശകരമായ ഈ ലോകകപ്പ് ഫുട്ബോൾ കളികൾ കാണാൻ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. 10 ലക്ഷം തൂഫാൻ ഗോളുകൾ 17,000-ഓളം വരുന്ന സ്കൂളുകളിൽ അടിക്കണം. അത് കേരളത്തിലൊരു വലിയ ആവേശമുണ്ടാക്കും. തുഫാൻ ഗോളുകളാണ്. തൂഫാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് തൂഫാൻ ഓപ്പറേഷൻ നമ്മൾ ആരംഭിച്ചത് നമ്മുടെ സ്കൂളുകളിലെ പുകയില ഉൽപ്പന്നങ്ങളുടെ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ, കുട്ടികളെ അതിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്.
ഇന്ന് കേരള വ്യാപകമായി നമ്മൾ മയക്കുമരുന്നിനെതിരെ ഒരു യുദ്ധം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. എവിടെ കിട്ടിയാലും അത് പിടിക്കും, ആരെ വേണമെങ്കിലും പിടിക്കും. അത് സിനിമാ താരങ്ങളെന്നില്ല, കാരവാനെന്നില്ല, വ്യവസായികളെന്നില്ല, വ്യക്തികളെന്നില്ല, രാഷ്ട്രീയക്കാരെന്നില്ല, ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമായ നടപടിയാണ് ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ തുഫാൻ ഗോളുകൾ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് സംഭാവന ചെയ്യുന്നു. 26-ാം തീയതി ലോക ആൻറ്റി നർക്കോട്ടിക് ഡേ ആണ്. അന്ന് എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ആലോചിച്ചൊരു പരിപാടി, എല്ലാ സ്കൂളുകളിലും പ്രതിജ്ഞ എടുക്കുക, പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ അൻവർ വിക്ടേഴ്സ് ചാനലിലൂടെ ഈ കാര്യങ്ങൾ കുട്ടികളെ അറിയിക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും ചേർന്ന് ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കും. അപ്പോൾ വേൾഡ് കപ്പ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ച പോലെ ജീവിതമാണ് ലഹരി, ഈ ഫുട്ബോളാണ് ലഹരി. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് കണ്ടുകൊണ്ട് ഇതുപോലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും ജീവിതത്തിൽ ലഹരി ഒരിക്കലും ഉപയോഗിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ മുന്നോട്ട് പോകാനും യുവതലമുറയെ പ്രാപ്തരാക്കുന്നതാണ് സ്കൂളുകളിൽ നിന്ന് 10 ലക്ഷം 1 മില്യൺ തുഫാൻ ഗോൾസ് അടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനെയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് സമാധാനായി. പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്നത് 1 മില്യൺ തൂഫാൻ ഗോൾസ് അറ്റ് വേൾഡ് കപ്പ് എന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ വേൾഡ് കപ്പിൻ്റെ ആരവത്തിലൂടെ ലഹരിക്കെതിരായ ഒരു വലിയ സന്ദേശം നൽകുന്ന പദ്ധതിയുടെ തുടക്കമാണ്. അഭിവന്ദ്യനായ നമ്മുടെ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ പോരാട്ടം നമുക്കറിയാം. ഇതിനകം 100 കണക്കിന് കേസുകളാണ് ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയകളെ തകർക്കാനുള്ള ഒരു നല്ല പ്രവർത്തനമാണ് ആഭ്യന്തര വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല പ്രചാരം കിട്ടണം. വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം പൊതുസമൂഹത്തിലെന്ന പോലെ അതിശക്തമായി നമുക്കുണ്ടാക്കണം. കായിക വിനോദങ്ങൾ, കലാപരിപാടികളൊക്കെ ആവണം നമ്മുടെ കുട്ടികളുടെ, പുതിയ തലമുറയുടെ ലഹരി. ജീവിതമാകണം ലഹരി. ആ ഒരു സന്ദേശമാണ് ഈ വേൾഡ് കപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് നൽകുന്നത്. അല്ലാതെ MDMനും അതുപോലുള്ള മയക്കുമരുന്നുകൾക്കും അടിമകളായി ക്ഷണികമായ ജീവിതമായി, അതാണല്ലോ മയക്കുമരുന്നിൻ്റെ ഒരു അനന്തരഫലം. ഒന്നുകിൽ വലിയ ഭീതി കാരണം വൈകാതെ ആത്മഹത്യക്ക് വിലയം പ്രാപിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തകർന്ന് മരണപ്പെട്ടു പോകും. അപ്പം അങ്ങനെ ആവാനുള്ളതല്ല നമ്മുടെ ഈ അനുഗ്രഹീതമായ ജന്മങ്ങൾ. അതിനെന്ത് വേണം? ജീവിതത്തെ ലഹരിയായി കാണണം. നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന മാതാപിതാക്കൾ, അവർ നമ്മളെ കയ്യോ വളരുന്നത് കാലോ വളരുന്നതെന്ന് നോക്കി താഴെ വെച്ചാൽ ഉറുമ്പരിക്കും,
മേലെ വെച്ചാൽ പേനരിക്കും എന്ന രൂപത്തിൽ കൊണ്ടു നടന്ന് വളർത്തിക്കൊണ്ടുവന്നതാണ്. അതൊരു വികാരമാണ്. അതാണ് ആ മാതാപിതാക്കളുടെ ലഹരി. തിരിച്ച് നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ, അവരെ പരിചരിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തിയായി നിങ്ങൾ നാളെ മാറണം. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരാകണം. അപ്പോഴേ ഇതൊക്കെ നിങ്ങൾക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ അവരുടെ പ്രായമായ കാലഘട്ടത്തിൽ. കൂട്ടത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവരോട്, സമൂഹത്തോടും ഒക്കെയുള്ള കടപ്പാടുകൾ ചെയ്യണം. അപ്പം അതിന് ഈ ജീവിതം മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും വഴിയെ പോകാതിരിക്കണം. ആ ഒരു ജാഗ്രത ഈ പ്രത്യേകിച്ച് ഫുട്ബോളിലൂടെ കേരളത്തിലെ കുട്ടികൾക്ക് നൽകാനാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തുടക്കം കുറിച്ച ഈ തൂഫാൻ പദ്ധതിയെ. തുടക്കം കുറിച്ചത് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ കോട്ടൺ ഹിൽസ് സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ ആ പദ്ധതിയെ നമ്മൾ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കിടയിലേക്കും എത്തിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പദ്ധതിയെ നെഞ്ചേറ്റണം. കാരണം ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായൊരു പദ്ധതിയാണ്. പിന്നെ ഫുട്ബോൾ നമ്മളുടെ ഒരു ആവേശമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കായിക വിനോദമാണ്. നമ്മളെല്ലാവരും വലിയ കളിക്കാരൊന്നും അല്ലെങ്കിലും പഠനകാലത്ത് കളിച്ചിട്ടുണ്ട്, നാട്ടിൻപുറങ്ങളിൽ കളിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പും യൂറോ കപ്പൊക്കെ നടക്കുമ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത പട്ടണത്തിലാണ് നടക്കുന്നതെന്ന് തോന്നിപ്പോവും. അത്രയേറെ കമാനങ്ങളും ആവേശങ്ങളും ഒക്കെയാണ്. അപ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പ് കടന്നു വരികയാണ്. ആ വേൾഡ് കപ്പിനെ നമ്മൾ അതിനോടുള്ള ആവേശം, ആ ലഹരിയിലേക്ക്, അത്തരം ലഹരികളിലേക്ക്, അത്തരം ആവേശങ്ങളിലേക്ക് നമ്മൾ വഴിമാറണം. ഒരു കാരണവശാലും MDMA-യും മയക്കുമരുന്നും ഒക്കെയുള്ള ദൂഷിത വലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകരുത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായി ഈ തൂഫാൻ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി വരുന്ന ഒരവസരമാണ് ഈ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ 1 മില്യൺ ഗോൾ അറ്റ് വേൾഡ് കപ്പ് എല്ലാ സ്കൂളിലും ഇത് നടത്തി. ആയിരക്കണക്കിന് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊക്കെ ഇത് നടത്തി നമുക്ക് അത് ഒരു ഡിജിറ്റൽ ഡാഷ്ബോർഡിൽ എൻട്രി വരുന്ന വിധം 1 മില്യൺ ഗോൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയും. ഏതായിരുന്നാലും അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ നമുക്കുള്ള സന്തോഷം ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ആഭ്യന്തരമന്ത്രി വന്നു. അദ്ദേഹത്തെ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ സജിത് ബാബു IAS ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DGI പുതുതായി നിയമിതനായ സ്നേഹിൽ കുമാർ IAS ഉണ്ട്. അതുപോലെ കൈത്തിൻ്റെ മേധാവി അൻവർ സാദത്തുണ്ട്. മറ്റ് നമ്മുടെ ശ്രീജേഷ് ഉണ്ട്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒളിമ്പ്യൻ ശ്രീജേഷ്, സന്തോഷുണ്ട്, അഡീഷണൽ ഡയറക്ടർ. അതുപോലെ തന്നെ എൻ്റെ APS ശ്രീ നസീറുണ്ട്. അങ്ങനെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ വേദിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് സംബന്ധമായി നിങ്ങൾക്കൊരു സന്ദേശം നൽകും. ഞാൻ അതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എത്രയും ബഹുമാനമുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, എത്രയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കളിയിലൂടെ വലിയൊരു സന്ദേശം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്ന പദ്ധതി ആവിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നത്. എല്ലാവിധ ആശംസകളും വകുപ്പിൻ്റെ എല്ലാ സഹകരണവും ആഭ്യന്തര വകുപ്പിനുണ്ടാകും എന്ന് കൂടി അറിയിക്കുന്നു. ഞങ്ങൾ രണ്ടാളും ജോയിൻ ചെയ്തിട്ടില്ല, ഇന്ന് ജോയിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിൽ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു രാവിലെ ഇവിടെ എത്തണം. അപ്പോൾ എനിക്കൊന്ന് വളരെ വേഗത്തിൽ അറേഞ്ച് ചെയ്ത പരിപാടിയാണ്. എന്നാൽ പോലും വളരെ മനോഹരമായി ഇത് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൾ.